എല്ലാവർക്കും ഒരു ഹായ് പോയി ഇന്നാണ് പോകുന്നത് സൊല്ലൻ്റെ 2 എന്നാൽ നമ്മുടെ എപ്പിസോഡ് 90 ഓക്കെ പോ. എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഈഗോയും യൂസാൻഷി ആയിട്ടുള്ള ഫൈറ്റ് ഫ്രണ്ട്ലി ഫൈറ്റ് ആണ്. അത് നടക്കുന്നതിനിടയിലാണ് യുഹോവൻ്റെ വോയിസ്. അത് കണ്ട് അവർ സ്റ്റോപ്പാക്കി കഥ തുറന്ന് വരുവാണ്. അവൻ വരുന്നുണ്ട്. നീ ഓക്കെ അല്ലേ, കാലമൊക്കെ ശരിയായല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനും അതെ, അവൻ്റെ നെറേഡിയൻസ് എല്ലാം റിക്കവറായി, മുൻപത്തേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട്. എലമെന്റൽ പവർ യൂസ് ചെയ്ത് സ്ട്രോങ് ആയി. അവൻ്റെ കൈകാലിലെല്ലാം സ്റ്റോർ ചെയ്തിരുന്ന ആ പവർ അത് യൂസ് ചെയ്ത് യുഹോവനെ കണ്ട് ശേഷവും ഈഗോയും ചോദിക്കുമ്പോഴാണ് യൂസാൻഷി നിന്റെ ആവറ മുൻപത്തൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ, അതിനെ യുഹോവ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ബേബി അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കായി യൂസാൻഷിയോട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് കേട്ട് നീ മനഃപൂർവ്വം അല്ലടാ എന്നെ ചാടിച്ച് എന്ന രീതിയിൽ എങ്കിലും നോക്കാം. അങ്ങനെ അവർ ഹരീനയിലേക്ക് കയറി യുഹോവൻ്റെ ഐസ് സ്കില്ല് അത് യൂസ് ചെയ്ത് നേരിടുകയാണ്. അവൻ്റെ ഹാൻഡ് തന്നെയാണ് അതിൽ പവർ, ഐസിൻ്റെ പവർ യൂസ് ചെയ്ത് യൂസാൻഷിയുടെ ആ ഷീൽഡ് തന്നെ പൊട്ടിപ്പോയി. അവ മാറിയിട്ട് ടർട്ടിൽ ഫോർമേഷൻ യൂസ് ചെയ്തു. അതുകൊണ്ട് യുഹോവ പുതിയതായിട്ടുണ്ടാക്കിയ ഒരു സ്കില്ല് സോഡ് വെച്ച് അത് ബ്രേക്കാക്കി എന്നിട്ട് ഒരു സ്കില്ല് യൂസ് ചെയ്യണം. സംഭവം മുൻപേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പറയാം. അവരുടെ സ്പിരിറ്റിനെ ആ സോഡ് വെച്ച് മെർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ആ സോഡ് അത് വിട്ട് ആ സ്കില്ലിനെ ഇല്ലാതാക്കി. ആ സ്കില്ലിൻ്റെ പേരാണ് എക്കോ. അവ ഉപയോഗിച്ച ഷീൽഡെല്ലാം തകർത്തു വരികയാണ്. അവ നോക്കിയെങ്കിലും ആ സോഡ് വന്ന് കുത്തി ഫുൾ എക്സ്പ്ലോഡായി. എങ്കിലും അവൻ മാർഷൽ ആർട്ട് അറിയാം, അത് യൂസ് ചെയ്ത് അടുത്ത അറ്റാക്ക് നേരിടാനായിട്ട് റെഡിയായി. എന്നാൽ യുഹോവ അടുത്തൊരു സ്കില്ല് ലോങ്ങിങ് എന്നത് ഉപയോഗിക്കണം. സംഭവം ആൻഡോങ് ആയിട്ടുള്ള സെൽമേഡ് സ്കില്ല് അതിന് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്തി ഫിസ്റ്റ് പോലെ അത് യൂസ് ചെയ്യുകയാണ്. അത് ബ്രേക്ക് അവസാനം അടിച്ച് തെറിപ്പിച്ചു. അവൻ ബാക്കിലേക്ക് തെറിച്ചടിച്ച് വീഴുവാണ്. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് ക്ലോസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ബേബി വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിന്റെ ഷീൽഡ് സ്ട്രോങ് ആയിട്ടുണ്ട്, എല്ലാവരും പോയി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയണം. യുഹോവ വന്നിട്ട് സോറി പറയണം. അവൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലായി പോയി. എന്നാൽ അതൊന്നും സീനില്ല, നീ കുറെ മാറിയല്ലോ. അവ സെൽമേഡ് സ്കില്ല് ഇമ്പ്രൂവ് ആക്കി പുതിയ സ്കില്ലുണ്ടാക്കി. ഫിസ്റ്റ്, സോഡ്, പാം ഇതെല്ലാം വാങ്ഡോങ്ങിന്റെ പേരിട്ട് പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് നോർമൽ രീതിയിൽ തന്നെ പറഞ്ഞു പോകാം. വേറെ പേര് എക്കോ ലോങ്ങിങ് ലൈഫ് ടൈം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ പാം ടെക്നിക്ക് അത് യൂസ് ചെയ്യാനുള്ള പവർ അവൻ്റെ ഇപ്പോൾ ഇല്ല. എന്നാലും നീ സ്ട്രോങ് ആയല്ലോ, ഒന്നുകൂടി വേണം എന്ന് ബേബി. യുഹോവനോട് ഹോത്തേ സെറ്റിൽ നിന്ന് വല്ല ന്യൂസ് കിട്ടിയോ വാങ്ഡോൺ എഴുന്നേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന വേറൊരു കാര്യം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിയോ എംപയറിൽ നടന്ന അതെല്ലാം ചോദിച്ചു വഴി അറിഞ്ഞു എല്ലാം പറഞ്ഞു കൊടുക്കാണ്. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹെയ്ഷൻ പൗലി അങ്ങനെ പോവുകയാണ്. ടൈം വിളിക്കുന്നത്. നിന്റെ എലമെന്റിന്റെ എനർജി സീൽ ചെയ്തത് നീ അത് അബ്സോർബ് ചെയ്ത് അത് നിന്നെ പഴയ പോലെ ആക്കുമെന്ന് വിചാരിച്ചാൽ നീ മുൻപത്തൊക്കെ വളരെയധികം സ്ട്രോങ് ആക്കിയല്ലോ എന്ന് ബിങ്. അവരെ രണ്ടുപേരെയും കണ്ട് ഐസ് വാലിയിൽ നിങ്ങളെ വിളിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ടൈമിങ് അതിന് നമുക്ക് നിന്നെ പോലെ ലവ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ബിങ് എന്ന് അവൻ അടിച്ചു മാറ്റി. യുഹോവനോട് നിന്റെ സോൾ പവർ ലെവല് ബോട്ടനിക്കിലാണ്, അത് പുതിയ സോൾ റിങ് വേണം. എന്നാൽ യുഹോവ അവൻ്റെ മെന്റൽ ടൈപ്പ് സോൾ റിങ് വളരെ റെയർ ആണല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ബിങ് അതിന് സ്റ്റാർ ഫോറസ്റ്റിലില്ല എന്ന് കരുതി എല്ലായിടത്തും ഉണ്ടായില്ലെന്നല്ല റിയോ എംപയറിലെന്നാണോ അതേന്ന് പറയുകയാണ്. റിയോ എംപയർ കോണ്ടിനെന്റ് ഉണ്ടായ ടൈമിൽ ഒരു മെന്റൽ ടൈപ്പ് സോൾ ബീസ്റ്റ് ഉണ്ടായിരുന്നു. അത് അതിനെ വിളിച്ചിരുന്നത് ടൈറന്റ് ഈവിളായി എന്നാണ്. അത് വളരെയധികം പവർഫുൾ ആയ ഒരു ടൈറന്റ് ഈവിൾ ക്ലാനിന്റെ സ്ട്രോങ്ങസ്റ്റ് മെമ്പറാണ്. സ്റ്റാർ ഫോറസ്റ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു സംഭവം നടന്നിരുന്നു. ടൈമിങ് ഒരു കഥ ഇപ്പോൾ പറയുകയാണ്. അവനവിടെ ഇംപ്രഷൻ ആയി ഉണ്ടായിരുന്ന ആ ടൈം വർഷങ്ങൾക്ക് മുൻപ് ഈ ടൈറന്റ് ഈവിളായി DTN എന്ന നമ്പർ 1 സ്ട്രോങ്ങസ്റ്റ് ബീസ്റ്റായ ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്തു. 3 ദിവസം രാത്രി പകലൊന്നുമില്ലാതെ DTNന്റെ മുൻപിൽ എന്നാ തോറ്റു. അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ടൈറന്റ് ഈവിളായി സ്റ്റാർ ഫോറസ്റ്റ് മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പവർ അത് യൂസ് ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴാണ് ഒരു മിസ്റ്റീരിയസ് വോയിസ് അത് തടഞ്ഞത്. അത് ആരാണെന്ന് ആർക്കും അറിയില്ല. അത് കേട്ടപ്പോൾ DTNേക്കാൾ സ്ട്രോങ് ആയ ടെറിഫിക്കായ ഒന്ന് സ്റ്റാർ ഫോറസ്റ്റിലുണ്ടെന്നു. അതിനുശേഷം ഹേസൻ പൗലിന്റെ മീറ്റിംഗ് പല സെക്ടറുകളിൽ നിന്നുള്ള ഒരുപാടധികം ഫ്യൂച്ചറുള്ള സോൾ മാസ്റ്റേഴ്സിനെയാണ് റിയോ എംപയർ പിടിച്ചു വെച്ചതിന്. അത് ഈവിൾ സോൾ മാസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷനിൽ അത് അറിഞ്ഞു വെച്ച് ഷ്രക്ക് സിറ്റിയിൽ ഉള്ളവരെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഷ്രൈനിങ് സിറ്റിയിലാണ് അവർ ഉള്ളതെന്ന് അറിഞ്ഞു. ഷുവാനപ്പോൾ നമ്മുടെ ഷ്രക്ക് എന്നത് ഹോളി സിറ്റിയാണ്, അവരങ്ങനെ വിട്ടിട്ട് പോകാൻ നമുക്ക് കഴിയില്ല. എന്ത് തന്നെ സംഭവിച്ചാലും ഒരാളെ പോലും ഇല്ലാതെ എല്ലാവരെയും രക്ഷിക്കും എന്ന് പറയണം. അപ്പോഴാണ് യുഹോവ അതിന് വേണ്ടത് ഈസ്റ്റിൽ അറ്റാക്ക് ചെയ്യുന്നതാണ്. അത് ചോദിക്കുമ്പോൾ ഷ്രക്കിലെ പവർ ഹൗസ് ആയവരെ റിയോ എംപയറിലെ ആർമിയെ ഡിസ്ട്രാക്ട് ചെയ്യണം. ആ സമയം ടാങ്ക് സെറ്റിലെ എലീറ്റ് ടീം അവരെ ക്രോസ് ചെയ്ത് ഷ്രൈനി സിറ്റിയിലേക്ക് കയറും. എലൈറ്റ് ടീം ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ യുഹോവക്കായിട്ട് യൂസാൻഷി, ജൂച്ചൻ, ഈഗോയും ഷുഷു ടോട്ടൽ 6 പേര്. അത് കേട്ട് അവർ ചോക്കും വെറും 6 പേരോ, ഇത് വളരെ റിസ്ക് ആണ്, മരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു മറ യൂസ് ചെയ്താണ് പോകുന്നത്. ജൂച്ചനിക്കായിട്ടു റിയോ എംപയറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ 2 സോൾ ഗഡി മാസ്റ്റേഴ്സ്, യൂസാൻഷിയുടെ ബെസ്റ്റ് ഡിഫൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, അതുപോലെ ഈഗോ, സ്കാർഡ്, ഏഞ്ചൽ ബോർഡ്, ഈവിൾ സോൾ മാസ്റ്റേഴ്സിന്റെ നൈറ്റ് മെയർ, പിന്നെ ശിശു. അവൾക്ക് മാത്രമേ എവിടെയാണ് അവരുള്ളതെന്ന് അറിയാൻ കഴിയൂ. നമ്മുടെ വഴികാട്ടി നമുക്ക് അവരെ ക്രോസ് ചെയ്ത് പോകാൻ കഴിയും ഇൻഡിവിജ്വൽ എബിലിറ്റി യൂസ് ചെയ്ത്. ഷുവാനൊന്ന് ആലോചിച്ചിട്ട് ശരി, നിന്റെ പ്ലാൻ പോലെ നമ്മൾ ബോർഡറിലെ ഡ്രോ മാത്രം ഉണ്ടാകില്ല, പിന്നെ വളരെ റിസ്ക് ആണ്, നിങ്ങൾ 6 പേരെ തിരിച്ചു വരണം. അവന് ഓക്കെ. അതിനുശേഷം പോകാനായിട്ട് റെഡി ചെയ്യുക. അപ്പോഴാണ് മറ്റേ
ഷ്വാൻസിയ അങ്ങനെ പേരുള്ള പേരൊക്കെ മറന്നുപോയി. അവരെ വിളിക്കുന്നു. നീ പോകുന്ന മിഷൻ അത് വളരെയധികം ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്കറിയാം, എങ്കിലും നീ സേഫായിട്ട് തിരിച്ചു തരണം. ടാങ്ക്സിറ്റ് ആരെന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറേജ് ഇട്ട് കൊടുക്കുക. അത് കൊടുക്കണം. മേ ബി അതിനുള്ളിലാകണം മറ്റേ ഹ്യൂമനായിട്ട് റോബോട്ട് ഉണ്ടാക്കിയ റിയു എംബറിൽ നിന്ന് എടുത്തല്ലോ, അത് ഉണ്ടാകണം. എങ്കിലും അവരവിടെ നിന്ന് പിന്നെ പോവുകയാണ്. കടൽ മാർഗമാണ് പോകുന്നത്. കാരണം ബോർഡർ കടക്കണമെങ്കിൽ വ്യവസായം വഴി പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്യാൻ കഴിയുമല്ലോ. അങ്ങനെ ചെയ്യാനാണ് അവരുടെ പ്ലാന്. ഈ സമയം ഷൂട്ട് ചെയ്യാനാകട്ടെ അവന്റെ ആർമി പട തന്നെ എല്ലാം സെറ്റാക്കി ബോർഡറിലേക്ക് അയക്കുന്നത് കാണിക്കുന്നുണ്ട്. യുഹബ വാങ്ടോങ്ങിനോട് പറയുന്നത് പോലെ നീ ഇപ്പോൾ ഉണർന്നാലും ഇത് വളരെ റിസ്ക്കായ ഒന്നാണ്, എങ്കിലും 100 സോൾ മാസ്റ്റേഴ്സിന്റെ ജീവൻ നമ്മുടെ കയ്യിലാണ്. നമ്മൾ എന്തായാലും പോകുന്നത് രക്ഷിച്ചിട്ടേ തിരിച്ചു വരൂ. അവളിപ്പോഴും സ്ലീപ്പിൽ തന്നെയാണ്. ഷുവാൻ ടൈം നോക്കുന്നുണ്ട്. അവ വെയിറ്റ് ചെയ്യുവാണ്. റിയു എംപയറിലെ ഓരോ കോൺ പോലെ വാറുക വളഞ്ഞിട്ടുള്ളതും കാണാം. കാരണം ഷൂട്ട് ചെയ്യേണ്ട പ്ലാൻ പോലെ ശുശു അവൾ പോലും അറിയാതെ മനഃപൂർവ്വം വിട്ടതാണെന്ന് അറിയില്ല. അവർ രക്ഷിക്കാൻ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവർ റിയു എംപയറിലേക്ക് എത്തി ആ ബോർഡർ കടന്നു. അത് മനസ്സിലാക്കി ഷുവാൻ പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോവുകയാണ്. അതിനുശേഷം യുഹ അവരോട് ഇത് ഡോക്കിലേക്ക് എത്തിയ നമ്മുടെ മിഷൻ സ്റ്റാർട്ടായി, ക്ലോസ് ആയിട്ട് എല്ലാം നിരീക്ഷിക്കണം. ഈ ക്ലോത്ത് അത് യൂസ് ചെയ്ത് ഹൈഡ് ചെയ്ത് പോകാൻ അവരും ഓക്കെ. ഡൗഡോ അവരുടെ ബോർഡറിൽ എണ്ണാൻ കഴിയാത്ത അത്രയും സോൾ ഗൈഡിയും കാനൂൺസ് ഉണ്ട്. അതുപോലെ ഓരോ 10 കിലോമീറ്റർ ചുറ്റളവിലും ബാറ്റിൽ ഫീൽഡും, അതുപോലെ ആകാശത്തെ നെറ്റ് പോലെ നാവിഗേഷനും. റിയംപേർ പൈസ നോക്കിയില്ലെന്ന് തോന്നുന്നു. ഷാവോഷ്യപ്പോ ഇവിടെ ഒരുപാടധികം ഗാർഡ് ടൈറ്റാക്കിയാണ് ഉള്ളത്. അപ്പുറം സൈഡ് യുഹവന്റെ സൈഡ് കുറവാണ്. അതെ, നമുക്ക് ഈസ്റ്റ് അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ട് ശ്രദ്ധ മാറ്റണം എന്ന് ലിങ്ങർ കായിട്ടപ്പോൾ ഷുവാന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ നിന്നുള്ള ഗാർഡ്സ് കൂടുതൽ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ എളുപ്പം തന്നെയാകും ഷൈനി സിറ്റിയിലേക്ക് എത്താൻ. ഷുവാനപ്പോൾ അവർ നമ്മളെ വിശ്വസിച്ചാണ് ഉള്ളത്. ഈ റിസ്ക് ഏറ്റെടുത്ത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ടാക്കണം. അത് തുടങ്ങാനായിട്ട് പറയുകയാണ്. ഷ്വാങ് മാർഷൽ സോൾ ആയ ഹാട്രി, അതെടുത്ത് ലിംഗർ സോഡും മേയർ സ്പീറും സോങ്യോൻഷി ബെയ്ഡ്, അതുപോലെ ഹൊയ്ക്കോൻ ഹീലിംഗും എടുത്ത് ഡൗഡോ പിന്നെ സോൾട്ടുള്ളൂ. അവസാനമായിട്ട് ഷുവാന്റെ മാർഷൽ സോൾ അതെടുത്തതോടെ മുഴുവൻ എക്യുപ്മെന്റും ഇല്ലാതാകുകയാണ്. കാരണം 99 ലെവലാണല്ലോ, ആ നാവിഗേഷൻ മുഴുവൻ ഇല്ലാതായി. അവരൊറ്റ ഒരു ലൈനപ്പായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ടോടെ ഈ ഒരുപാട് തരത്തിലുള്ള സോൾട്ടുകൾ എല്ലാം അവർക്ക് നേരെ വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന അതെല്ലാം നേരിടാനായിട്ട് ഹീഷ്യൻ പവലിയനിലെ പവർ ഹൗസ് ടീം അങ്ങനെ ഒരുപാട് നേരം അവിടെ അറ്റാക്ക് നടക്കുന്നത് പോലെ. ഈ സമയം യുഹാബന്റെ പ്ലാൻ വെച്ച് എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഡാർക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷ്രൈനി സിറ്റിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഡിറ്റക്ഷൻ യൂസ് ചെയ്ത് അത് ഷെയർ ചെയ്ത് അവരങ്ങോട്ട് പോകുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.